ആദിവാസികൾക്ക് വേണ്ടിയുള്ള ഭവന നിർമ്മാണത്തിന് എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള കാലതാമസം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഞങ്ങൾക്ക് ഇനി അവിടെ 183 കുടുംബം ഉണ്ടെങ്കിലും ഇനി 25 പേർക്ക് മാത്രമാണ് അവശേഷിക്കുന്നത്. ആ 25 പേർക്കും ഇപ്പോൾ ഈ ഭവന പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മൾ കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ ഈ ഒരു 3 മാസത്തിനകത്ത് തന്നെ അതും പൂർത്തിയാക്കുന്നതിലേക്ക് വേണ്ടി കഴിയും. വേറെ ബുദ്ധിമുട്ട് കാലതാമസമാണ് അറിയേണ്ടത്. എന്ത് കാലതാമസം സാങ്കേതിക തടസ്സങ്ങൾ ദൂരീകരിക്കാനായിട്ട് വേണ്ടി വന്നു എന്നും വേറെ ഒരു പഞ്ചായത്തിൽ അങ്ങനെയുള്ള കാലതാമസത്തെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഒരു താരതമ്യത്തിന് വേണ്ടി ചോദിച്ചതാണ്. ഇത് സാർ ഞാൻ കഴിഞ്ഞ ഇവിടെ വന്നപ്പോൾ ഞാൻ സൂചിപ്പിച്ചതാണ്. നമ്മുടെ ഫോറസ്റ്റിന്റെ അങ്ങനെ ഒരു കടന്നുകയറ്റം ഇതിൽ വരുന്നത്. എന്നുവെച്ചാൽ ഫോറസ്റ്റിന്റെ ബോർഡറിലാണ് ഇവർ കൂടുതൽ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റിന്റെ മറ്റോ കൺസെന്റ് വാങ്ങേണ്ട ഒരു സംഗതി വരുന്നില്ല. ഇവരുടെ കൈവശ അവകാശം ഫോറസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇവർ താമസിക്കുന്ന കൈവശ സർട്ടിഫിക്കറ്റ്. അത് തന്നെ നമ്മൾ പഞ്ചായത്തിൽ അത് വെച്ച് തന്നെ ഈ നടപടി സ്വീകരിക്കും. മറ്റേ പ്രമാണത്തിന്റെ മറ്റൊന്നും നമ്മൾ പഞ്ചായത്ത് എടുക്കുന്നില്ല. ഇവർക്ക് ആ ഒരു നിയന്ത്രണമോ പ്രയാസങ്ങളൊന്നുമില്ല. അവിടെ ഫോറസ്റ്റിൽ നിന്നുള്ള കൈവശ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് അവർ കൊടുക്കും. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ആദിവാസികളുടെ പങ്കാളിത്തം വളരെ ശക്തമാണ് എന്ന അഭിപ്രായമുണ്ടോ? ഗ്രാമസഭകളിൽ പങ്കെടുത്തുകൊണ്ട് ആ ഒരു വാർഡിലെ ഒരു പകുതി 50% മാത്രമായിരിക്കും ST ആൾക്കാർ താമസിക്കുന്നത്. എന്നാൽ ആ വാർഡിൻ്റെ ഗ്രാമസഭയിൽ പങ്കെടുത്തുകൊണ്ട് ആ വാർഡിലെ മുഴുവൻ പ്രവർത്തനങ്ങളെയും പിന്നെ ST ആൾക്കാരുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ആ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. പിന്നെ പഞ്ചായത്തിൽ തന്നെ പഞ്ചായത്തിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ STയിലെ നിരവധി ആൾക്കാരെ പങ്കെടുത്തുകൊണ്ട് പഞ്ചായത്തിലെ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ പങ്കെടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടമാക്കുന്നുണ്ട്. അങ്ങനെ ST മേഖലയെ സംബന്ധിച്ചിടത്തോളം ST ആൾക്കാരുടെ നല്ലൊരു ഇടപെടൽ പഞ്ചായത്തിൻ്റെ മുഴുവൻ വികസന പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. ആര്യനാടിൻ്റെ പഴയകാല ദുഷ്പേര് ഓർക്കുമ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റം വളരെ അത്ഭുതാവഹമാണ്. അതിൽ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഇംഗ്ലീഷ് മീഡിയം പ്രീ പ്രൈമറി എനിക്ക് ദഹിക്കുന്നില്ല. ഇംഗ്ലീഷ് മീഡിയത്തിൽ ഞങ്ങൾ പറഞ്ഞില്ല സാർ, ആ കുട്ടികളുടെ കൊഴിഞ്ഞു പോക്ക് അല്ല, അതൊക്കെ മനസ്സിലായി സാർ. അതിലുള്ള ഒരു അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് നിലവിലുള്ള കേരള സമൂഹത്തിന്റെ ഈ ഇംഗ്ലീഷ് മീഡിയത്തിനോടുള്ള ഒരു അമിതമായിട്ടുള്ള ഒരു താല്പര്യം നിലനിൽക്കുക. അതിനെ ഇങ്ങനെയാണോ എതിരിടേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ വാസ്തവത്തിൽ ഇംഗ്ലീഷ് മീഡിയം ഒന്ന് ബോർഡ് വെച്ചിട്ട് മലയാളത്തിലല്ലേ കുഞ്ഞുങ്ങളോട് വർത്തമാനം പറയുക? ഇംഗ്ലീഷിൽ കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കാൻ കഴിയുന്ന ഒരു ടീച്ചറുണ്ടോ അവിടെ? അതില്ല, ഇല്ല. പിന്നെ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളോട് ആ വാത്സല്യത്തിന്റെ ഭാഷയല്ലേ വേണ്ടത്? അല്ല, അത് യഥാർത്ഥത്തിൽ മനഃശാസ്ത്രപരമായി ശിശുശാസ്ത്രപരമായി എല്ലാം സാർ പറഞ്ഞതാണ് 100% ശരി. പ്രായോഗികമായിട്ട് പക്ഷേ ഇപ്പോ കണ്ടുവരുന്ന ഒരു പ്രവണത ഇപ്പോ ആര്യനാട് LPSന്റെ തന്നെ ആ പ്രവണത എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ആ പ്രവണതയെ എങ്ങനെയാണ് നേരിടേണ്ടതെന്നുള്ളതാണ്. അത് ബോധവൽക്കരണം, അത് ഒരു ഏരിയ തിരിച്ചല്ല, സംസ്ഥാന തലത്തിൽ തന്നെ മൊത്തത്തിൽ സമൂഹത്തിൽ. അത് ചോദിക്കട്ടെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇംഗ്ലീഷ് മീഡിയം അല്ലാതെ തന്നെ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുമെന്ന്? ഉറപ്പായിട്ടും ഉറപ്പുണ്ട്. എന്റെ കുട്ടി ഉൾപ്പെടെ ആ വിദ്യാലയത്തിൽ തന്നെ പഠിച്ച് നല്ല നിലയ്ക്ക് അങ്ങനെയല്ലേ ഇതിനെ നമുക്ക് എതിരിടാൻ പറ്റുള്ളൂ. പോരെങ്കിൽ ഇപ്പോഴത്തെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബില്ല് അനുസരിച്ച് പ്രായോഗികമായിടത്തോളം മാതൃഭാഷയിലായിരിക്കണം അധ്യയനം 8ാം ക്ലാസ് വരെ എന്നാണ് നിയമം. അപ്പോൾ നിങ്ങൾ നിയമലംഘനമല്ലേ നടത്തുന്നത്? ഞാൻ പഞ്ചായത്തിന്റെ കൂടെയാണ്. എന്താ അറിയാം, ഞങ്ങൾ ജനറൽ മീറ്റിംഗ് നടത്തിയപ്പോൾ ഒരു കർഷക സ്ത്രീ 3 ഏക്കറുണ്ട്, ഭർത്താവ് കൂലിപ്പണിയാണ് ചെയ്യുന്നത്. കുട്ടി എവിടെയാണ് പോകുന്നത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. അപ്പോൾ എന്താണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ? സാറേ, എല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിൽ, ഞങ്ങളുടെ കുട്ടിയും ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഇത് പൊതുജനങ്ങളിൽ ഇത്രയും വളരെ രൂഢമൂലമായിരിക്കുന്നു. മറ്റുള്ളവരൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ അയക്കുകയും പാവപ്പെട്ടവരെ അയക്കാതെ നിങ്ങൾ മലയാളത്തിൽ നന്നായി പഠിച്ച് ഇംഗ്ലീഷ് നന്നായി പഠിക്കണമെന്ന് നമുക്ക് പറയുകയും നന്നായിട്ട് പഠിപ്പിച്ച് കാണിച്ചു കൊടുക്കാം എന്നാണ് പഞ്ചായത്ത് പറയേണ്ടത്. അങ്ങനെ തീരുമാനിച്ച പഞ്ചായത്തുകളെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം നടത്തുന്നില്ല, അവിടെ കുട്ടികളുടെ എണ്ണം കൂടിയിരിക്കുന്നു, പക്ഷേ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അതല്ലേ അതിനുള്ള മരുന്ന്. ബോധവൽക്കരണ പരിപാടി നല്ല രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ബോധവൽക്കരണമല്ല, നിങ്ങളുടെ മലയാളം മീഡിയം കുട്ടികളെ നിങ്ങൾ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നില്ല. എന്നുവെച്ചാൽ അതെങ്ങനെയായിരിക്കും എനിക്കറിയാം. സാധാരണ ഇംഗ്ലീഷ് സംസാരിക്കാത്ത ഒരു ടീച്ചറാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്നത് അല്ലേ? അതിന് ABCD പഠിപ്പിക്കുള്ളൂ. ABCD, കം ഹിയർ, ഡോണ്ട് ടോക്ക്, സ്റ്റാൻഡ് അപ്പ്, സിറ്റ് ഡൗൺ, ഇതല്ലേ ഇംഗ്ലീഷ്? അല്ല, പ്രസിഡന്റ് പറയും. അതിനുള്ള ഉത്തരം പ്രസിഡന്റ് പറയും. സാറ് പറഞ്ഞത് 100% അതിന്
അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടികൾ സർക്കാർ സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോകരുത് എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ആവശ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു താല്പര്യത്തിന്റെ പുറത്താണ് സാർ അങ്ങനെ ഒരു നിലപാട്. മറ്റൊന്നുകൂടി ഞങ്ങളെ പാലക്കാട്ടെ ചില പഞ്ചായത്തുകളിൽ കണ്ടത് ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, മലയാളം മീഡിയം ഉണ്ട്. അവിടെ മലയാളം മീഡിയത്തിലെ കുട്ടികളാണ് SLCക്ക് കൂടുതൽ നല്ല രീതിയിൽ പാസ്സാകുന്നത്. എല്ലാ സ്കൂളിലൊന്നും അല്ല. അത് ഒരേ രീതിയിൽ പഠിപ്പിക്കുകയാണ് എങ്കിൽ മാതൃഭാഷയിൽ പഠിക്കുന്ന കുട്ടികളാണ് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വരുന്നത്. അവരെ ഇംഗ്ലീഷും കൂടെ നന്നായിട്ട് പഠിപ്പിക്കണം എന്നുള്ളതാണ്. ഞാൻ പഞ്ചായത്തിന്റെ കൂടെ അല്ല, അതെനിക്കറിയാം. നിങ്ങളുടെ ഒരു പഞ്ചായത്തിനെ മാത്രമല്ല നമ്മളിപ്പോൾ ചോദ്യം ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ സംസ്ഥാനത്തിനെ തന്നെ ചോദ്യം ചെയ്യുന്നത്. ഇതിലിപ്പോൾ RVG പറഞ്ഞതും ശരിയാണ്, നിങ്ങൾ പറഞ്ഞതും ശരിയാണ്. അദ്ദേഹം പറഞ്ഞത് എന്ത് പഠിപ്പിക്കുമ്പോഴും നന്നായി പഠിപ്പിക്കണം, അതിന് മീഡിയം ഒരു പ്രസക്തമല്ല, മാതൃഭാഷയാണ് നല്ല മീഡിയം. അതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് നിങ്ങളുടെ ഒരു അതിജീവനത്തിൻ്റെ കൂടെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് അവിടെ കുട്ടികൾ കൂടിയത്. അപ്പോൾ അത് നമ്മൾ എല്ലാ ജനവിഭാഗത്തിലുള്ള അമ്മമാരെയും അച്ഛന്മാരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പാടുണ്ട്. പിന്നെ ഈ പറയുന്ന പ്രസംഗിക്കുന്ന ഈ ഭാഗത്തിരിക്കുന്ന പലരും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് അയക്കുക. നല്ല കുട്ടികൾ, നല്ല സ്കൂളായാലും അല്ലാത്ത സ്കൂളായാലും. അത് കണ്ടിട്ടാണ് മറ്റുള്ളവരെ ഇങ്ങനെ ഒരു ഇത് വന്നത്. എനിക്കറിയാം സാർ പറഞ്ഞത് 100% ശരി തന്നെ. ആ കാഴ്ചപ്പാട് തന്നെയാണ് നമുക്കുള്ളത്. അതെ. അല്ല, വിദ്യാഭ്യാസം ഇവിടെ കൃഷിയായി കൊണ്ടു നടക്കുന്ന ഒരു മേഖല കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അപജയങ്ങൾ കൂടെ വരുന്നത്. അപ്പോൾ ഇനി യഥാർത്ഥ കൃഷി മേഖലയിലോട്ട് പോവാം. കൃഷി മേഖലയിലെ കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് ഇവിടെ നടന്ന ഈ ചർച്ചയുടെ പേരിൽ ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞോട്ടെ. ഈ രാജ്യത്തിലെ കൃഷി നശിച്ച് തറമട്ടത്തിൽ നിൽക്കുകയാണ് അല്ലേ? അങ്ങനെ പറയരുത്. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് സാധാരണ എല്ലായിടത്തും പറഞ്ഞു കേൾക്കും. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ രാജ്യത്തിൽ ഒരൊറ്റ ഗർഭിണിയായ ഒരു അമ്മ പോലും ഗർഭിണിയായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പ് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മകനൊരു നല്ല കൃഷിക്കാരനാകണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. ഇനി പ്രാർത്ഥിക്കാനും പോകുന്നില്ല. അപ്പോൾ ഈ ഇംഗ്ലീഷിൻ്റെ സംവാദം അത് തന്നെ നാളെ കൃഷിക്കും വരും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ആരനാട് ഒരു വലിയ പഞ്ചായത്താണ്. 104 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഉള്ളൊരു സ്ഥലം. പക്ഷേ അവിടെ കൃഷി 2049 ഹെക്ടർ സ്ഥലത്തേ ഉള്ളൂ. അതിൽ നിങ്ങൾ നടത്തിയിരിക്കുന്ന വളരെ നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ. പക്ഷേ അതിലേറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലെ കാർഷിക ഉൽപ്പന്ന സംഭരണ സംസ്കരണ വിപണന കേന്ദ്രമാണ്. ഇവിടെ ഒരു വർഷത്തെ ടേൺ ഓവർ എത്ര വരും? ജനുവരി തൊട്ടാണ് നമ്മൾ കഴിഞ്ഞ ജനുവരി തൊട്ടാണ് ഫംഗ്ഷൻ തുടങ്ങിയത്. അപ്പോൾ ഒരു ക്വാർട്ടറിലാണ് നമ്മൾ ജനുവരി തൊട്ട് മാർച്ച് വരെ വരുമ്പോൾ 7 ലക്ഷം രൂപ. ഇപ്പോൾ അത് പെർ ഡേ. അല്ല, ഞാൻ ചോദിച്ച ചോദ്യം വളരെ ലഘുവാണ്. ഒരു വർഷത്തിൽ എത്ര ലക്ഷം രൂപയുടെ? 3 മാസം, ഒരു വർഷം ആയിട്ടില്ല. അപ്പോൾ ഇതുവരെയുള്ള ടേൺ ഓവറിൽ കൃഷിക്കാർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടായിരുന്നു? കൃഷിക്കാർക്ക് ബോണസായിട്ട് അവർ കൊടുക്കുന്ന ഉൽപ്പന്നം വാർഷികത്തിൽ തിരിച്ച് കൊടുക്കും. അപ്പം ഒരു 100 രൂപയ്ക്ക് 4 രൂപ വെച്ച് പിടിക്കുന്നുണ്ട്. അതിൽ 2 രൂപ ബോണസായിട്ട് ഓണത്തിനോടനുബന്ധിച്ച് കൊടുക്കാനാണ് വെച്ചിരിക്കുന്നത്. നമ്മളീ മേടിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആർക്കാണ് കൊടുക്കുന്നത്? നമ്മളിപ്പം റീറ്റെയിലായിട്ടും കൊടുക്കും, ഹോൾസെയിലായിട്ടും കൊടുക്കും. കച്ചവടക്കാർ വന്ന് എടുക്കുന്നുണ്ട്. പിന്നെ കൂടുതലാണെങ്കിൽ നമ്മൾ തന്നെ ഇപ്പം കൃഷി വകുപ്പിൻ്റെ മറ്റേ വേൾഡ് മാർക്കറ്റുമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കൃഷിയുടെ മേഖലയിൽ ഒരുപാട് ഏജൻസികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഏജൻസികളുമായിട്ട് നിങ്ങളെ ഏകോപനം എങ്ങനെയാണ്? നമ്മുടെ പഞ്ചായത്തിൽ തന്നെ കൃഷിയുടെ എല്ലാ കാര്യങ്ങളും സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സെന്റർ ആ വഴിയാണ് ചെയ്യുന്നത്. അപ്പം അവരാണെങ്കിൽ കൃഷിയുള്ള ഏജൻസികളെ അവർ SEDC ആണ് ബന്ധപ്പെടാറുള്ളത്. പഞ്ചായത്ത് ഒരു ഏകോപന ഏജൻസിയായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതെ, പഞ്ചായത്ത് തലം, അതാണ് SEDC. നിങ്ങൾ ഈ വീഡിയോ കാണിച്ചപ്പോൾ ഒരു കൃഷിക്കാരൻ അവിടെ നിന്ന് പറഞ്ഞു, ഈ ഏത്തവാഴ കൃഷിയിലേക്ക് അവർ വരുന്നത് നെൽകൃഷിയാണ് ലാഭം, പക്ഷേ ജോലി ചെയ്യാൻ ആളില്ല എന്നുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പല പഞ്ചായത്തുകളിലും ഞങ്ങൾ പോയ പല പഞ്ചായത്തുകളിലും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ സംഘടിതമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി വളരെയേറെ സ്ഥലം നെൽകൃഷിയിലേക്ക് വീണ്ടെടുത്തിട്ടുണ്ട്. 25 ഏക്കർ 25 വർഷമായിട്ട് തരിച്ചു കിടന്നു. അത്തരത്തിലൊരു എന്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് ചെയ്യുന്നില്ല? അത്രയും തരിശ് നമുക്കില്ലായിരുന്നു. ഇത് തന്നെ 2007-08 നെൽകൃഷി തീരെ നശിച്ചു പോയ ഒരു അവസ്ഥയിലായിരുന്നു. എന്തുകൊണ്ട് നശിച്ചു? അത് അന്ന് ഇങ്ങനെ പല, അതായത് മിക്ക ഇതിലും വാഴകൃഷിയായിരുന്നു പ്രധാനം. വാഴ, അതെ. പിന്നെ ഇപ്പം ഈവൻ റബ്ബർ വരെ
റബ്ബർ വെച്ചിട്ടുണ്ട് നെൽപ്പാടത്തിൽ. അത് കുറേ അപ്പോൾ ഇപ്പം നമ്മളൊരു 2-3 വർഷം കൊണ്ടാണ് സംഘടിതമായി ഇപ്പം 5 ഹെക്ടറോളം നമ്മൾ നെൽകൃഷി തീരെ ഇല്ലാത്തതിൽ നിന്നും വ്യാപിച്ചിട്ടുണ്ട്. വയൽ തണ്ണീർത്തടങ്ങൾ നികത്തുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മണൽവാർ നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പാറഖനനം, മണ്ണ് ഖനനം എന്നിവ നിയന്ത്രിക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ജലാശയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പരിപാടിയെല്ലാം നിന്നുവോ? സാർ ഒന്ന് സാർ ഞങ്ങളിപ്പോൾ മണൽ വാരുന്നതിനും അത് മാത്രമല്ല നദിയെ സംരക്ഷിക്കുന്ന പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ഈ നദിയുടെ ഇതിൽ തന്നെ 4 നദീതട കമ്മിറ്റികൾ എടുത്തിട്ടുണ്ട്. അതിലെല്ലാ രാഷ്ട്രീയ കക്ഷികൾ സാമൂഹികമായിട്ട്. പ്രസിഡന്റ്, എൻ്റെ ചോദ്യം അത്രയ്ക്ക് സങ്കീർണമല്ല. ഈ നടപടികളൊക്കെ നിങ്ങൾ തടഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇതെല്ലാം നിന്നു പോയിട്ടുണ്ടോ? നിന്നു. ഇപ്പൊ പാറ ഖനനം ഉള്ളത് അത് പൂർണ്ണമായി നിന്നു. അതുപോലെ മണൽ ഖനനത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒളിച്ചു കോരുന്ന ഒരു സ്ഥിതിയുണ്ട്. പക്ഷെ അതിനെ നമ്മൾ ഈ കമ്മിറ്റിയെ കൊണ്ട് കൈകാര്യം അത് പൂർണ്ണമായി നിന്നെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ ഇടപെട്ടുകൊണ്ട് അതിൽ ഇപ്പോൾ ലഘൂകരിച്ച് വരികയാണ്. നെൽവയൽ നികത്തുന്നതും നമ്മൾ 2 കേസും തടഞ്ഞിട്ടുണ്ട്. പോലീസിന്റെയും കൂടെ സഹായം ഒരു കേസിന് ആവശ്യമാണ്. ജനന മരണ സർട്ടിഫിക്കറ്റ് അപേക്ഷ തന്നാൽ എത്ര ദിവസത്തിനുള്ളിൽ തരും? അവിടെ രജിസ്റ്റർ ചെയ്ത് ഓണർഷിപ്പ് കൊടുത്തിട്ടുള്ളതാണെങ്കിൽ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ അത് ബുക്കിൽ നോക്കി എഴുതി സെക്രട്ടറി ഒപ്പിടുന്ന ഒരു താമസം മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ബർത്ത് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്, പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇതേ ക്രമമാണ്. ഡെത്ത് ഇതേപോലെ തന്നെ. അത് മരണം നിങ്ങൾക്ക് അന്വേഷിക്കണ്ടേ? മരണത്തിന് വെച്ചാൽ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വരണമെങ്കിൽ അന്വേഷിക്കും. 3 ദിവസം അതിനുള്ള കാലപരിധി എടുക്കും. പിന്നെ ഈ IKM ആയിട്ട് നേരിട്ട് ഐക്യമിന്റെ പ്ലാൻ ഫണ്ടിന്റെ ഉപയോഗം അവർക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റുമോ? ഐക്യമാണ് അതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾക്ക് അതിന്റെ സിസ്റ്റം, അതിന്റെ സോഫ്റ്റ്വെയറും എല്ലാം ഐക്യമിന്റെയാണ്. വളരെ വിജയകരമായ രീതിയിൽ അത് കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടി കഴിഞ്ഞു. നമ്മൾ മുമ്പ് കാലത്ത് നമ്മളെ പറഞ്ഞു ഒക്കെ വെച്ചിരുന്നത് ഇത് ചിലപ്പോൾ ശരിയാവില്ല എന്നാണ്. പക്ഷെ നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നതിലേക്ക് കഴിയുന്നുണ്ട്. സാർ ഞങ്ങൾ ആ ഫ്രണ്ട് ഓഫീസിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ലി ഓഫീസ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളത് കൈകാര്യം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആൾ വരുമ്പോൾ അവിടെ അവർ വന്നാൽ ഈ പറഞ്ഞതുപോലെ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇരിക്കുന്നതിലേക്ക് ഒരു സംവിധാനം, അതുപോലെ കുടിവെള്ളത്തിന് സംവിധാനം, അതുപോലെ തന്നെ ഈ മുലയൂട്ടുന്ന സ്ത്രീകൾ വന്നാൽ അതിന് വേണ്ടി ഫീഡിങ്ങിന് അതിന് വേണ്ടി എന്നുള്ള സംവിധാനമുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇതിന് നമുക്കിത് ഓരോ രേഖകളും ഇപ്പോൾ ഏതൊക്കെ ഫോം എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്, ഏത് ഫോമാണ് കൊടുക്കേണ്ടത് അതിനെപ്പറ്റി, പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരുടെ അറ്റൻഡൻസ്, പഞ്ചായത്തിലെ പ്രസിഡന്റിന്റെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും അറ്റൻഡൻസ് എപ്പോൾ വരും, പഞ്ചായത്ത് കമ്മിറ്റി എന്നാണ് കൂടുന്നത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നാണ് കൂടുന്നത് എന്നുള്ള രീതിയിലുള്ള എല്ലാ വിവരങ്ങളും. ഈ കാത്തിരിക്കുന്നവർക്ക് ചുക്കു കാപ്പി കൊടുക്കാൻ വല്ല സംവിധാനം ഉണ്ടോ? സാർ ഇപ്പൊ ഫിൽറ്റർ ചെയ്ത വെള്ളം ഫിൽറ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഫിൽറ്റർ ചെയ്ത വെള്ളം നിങ്ങൾ വെള്ളം കൊടുക്കും, അത്രയും നല്ലത്. ഫിൽറ്റർ ചെയ്ത വെള്ളം. പക്ഷേ നിങ്ങൾ വേറൊരു നല്ലൊരു കാര്യം ചെയ്യുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്ക് പഞ്ചായത്തിന്റെ ചെലവിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പോഷകാഹാരം അവിടെ കൊടുക്കുന്നവർക്ക് ബ്രെഡ്, പാല്, ബിസ്ക്കറ്റ് ഇതൊക്കെ കൊടുക്കും. എങ്ങനെയുണ്ടായിരുന്നു? ആദ്യം ഈ സാറ് കണ്ണൻ സാർ ചോദിച്ചതുപോലെ ഒരു ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാറൊക്കെ ഇതിൻ്റെ അവിടുത്തെ ഒരു അനുഭവം കൂടെ പങ്കിട്ടുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരു പ്രതീതി ആണ് തോന്നിയത്. ഇനി മാർക്സ് അറിയാനുള്ള സമയമാണ്. കണ്ണൻ മാഷെ, എൻ്റെ മാർക്ക് 15-ൽ 12.5. 15-ൽ 12. 10-ൽ 8.5. 10-ൽ 7. 10-ൽ 7.5. 10-ൽ 8. ഇനിയുള്ള 20 മാർക്സ് നമ്മുടെ ജൂറി അംഗങ്ങൾ പഞ്ചായത്ത് സന്ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അതിൽ 10 മാർക്സ് ചെക്ക് ലിസ്റ്റിനുള്ളതാണ്. അതായത് പഞ്ചായത്ത് അവരുടെ പ്രാഥമിക കർത്തവ്യങ്ങൾ എങ്ങനെ നിർവഹിക്കുന്നു എന്നുള്ളതിന്. ബാക്കിയുള്ള 10 മാർക്ക് അവരുടെ ഓവറോൾ അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. പഞ്ചായത്തിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾക്ക് 10-ൽ 8.9 മാർക്ക്. ഓവറോൾ അസസ്മെന്റ് 10-ൽ 9. ആര്യനാട് ഗ്രാമപഞ്ചായത്തിന് 90-ൽ 73.4 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ആര്യനാടിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് GKE സ്പേസ് AND സ്പേസ് 10-ൽ നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന മാർക്സ് കേരളത്തിനകത്തു നിന്നും 537252 എന്ന നമ്പറിലേക്കും ഇന്ത്യയിൽ എവിടെ നിന്നും 5607 എന്ന നമ്പറിലേക്കും SMS അയക്കാവുന്നതാണ്. ഈ പഞ്ചായത്തിനെ സപ്പോർട്ട് ചെയ്ത് SMS അയക്കാനുള്ള സമയപരിധി ഇന്ന് രാത്രി 9 മണി മുതൽ നാളെ രാത്രി 9 മണി വരെ മാത്രം. കൃഷി ലാഭകരമാകേണ്ടത് കർഷകന്റെ മാത്രം ആവശ്യമല്ല, പ്രത്യേകിച്ച് നെൽകൃഷിയുടെ കാര്യത്തിൽ. കാരണം ഇതൊരു നാടിന്റെ മുഴുവൻ ഭക്ഷ്യസുരക്ഷയുടെ പ്രശ്നമാണ്. വികസനത്തിന്റെ തെറ്റുകളും ശരികളും കണ്ടെത്തി കൂടുതൽ ശരികളിലേക്കുള്ള ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. സുസ്ഥിര വികസനത്തിന്റെ മറ്റൊരു പുതിയ മുഖവുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ. നന്ദി, നമസ്കാരം.
ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.